ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ മന്ദാരം ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്നപ്പോൾ രാവിലെ തന്നെ നല്ല മഴ ദിവസമാണെന്ന് തോന്നും കേട്ടോ. നല്ല മഴക്കാരൊക്കെ ഉണ്ട്. ആകെ ഇരുട്ട് കൂടിയിട്ടാണ് നിൽക്കണേട്ടോ. അപ്പോൾ ഡുഡുമോനെ എണീറ്റ് വന്നപ്പോൾ പറയുന്നുണ്ട് സ്കൂളിൽ പോണേക്കാളും മുന്നേ മഴ പെയ്താൽ ഞങ്ങൾ മഴയത്ത് കുളിച്ചിട്ടാണ് പോകുള്ളൂ. ഞാൻ പറഞ്ഞു മഴ പെയ്താലല്ലേ. അപ്പോൾ ഞങ്ങൾ ബെറ്റ് വെച്ചിട്ടുണ്ടായിട്ടോ. ഒരു അൽഫാമിനായിട്ട് ബെറ്റ് വെച്ചത്. എന്തിനു പറയണ്, മഴ എന്നെ ചതിച്ചു കൂട്ടാ. രാവിലെ ഒരു 8:45 ആവണേക്കാളും മുന്നേ പെരും മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഡുഡുമോന് ഇറങ്ങാൻ പറ്റിയില്ല. ഡുഡുമോൻ ബെറ്റ് വെച്ചതും ആകെ അബദ്ധമായി പോയിട്ടാ. ഡുഡുമോന് നല്ല പല്ലെടുത്ത കാരണം കൊണ്ട് ഇന്ന് നല്ല പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ പാരസെറ്റമോൾ കൊടുത്തിട്ട് ഇരുത്തിയേക്കാണ് കേട്ടോ. മഴയത്ത് ഇറങ്ങി കഴിഞ്ഞാൽ നീര് വരും, വേദനയൊക്കെ വരുന്ന പറഞ്ഞിട്ട് ആൾക്ക് പേടിയായിട്ട് ഇറങ്ങിയിട്ടില്ല കേട്ടോ. കിടുമോനുണ്ട് ആ ഭാഗ്യം കിട്ടി. കിടുമോൻ ആർമാരിച്ച് ഇവിടെ കുളിച്ചിട്ടുണ്ട് കേട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ. മഴയത്ത് ഞാൻ ഇറക്കാറൊന്നുമില്ല കേട്ടോ. ഇവിടെ അച്ഛനും അമ്മയും സമ്മതിക്കില്ല, അവർക്ക് ഭയങ്കര പേടിയാണ്. പനി വരും, ജലദോഷം വരും. പിന്നെ ഡുഡുമോന് ചെറുതായിട്ട് ശ്വാസമുട്ടൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതാണ്, അവർക്ക് ഭയങ്കര പേടിയാണ്. ഇപ്പം പിന്നെ ചേട്ടനും ഇല്ല അനിയനും ഇല്ലല്ലോ, ഹോസ്പിറ്റലിലൊക്കെ രാത്രി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകാനായിട്ട്. പിന്നെ കൊച്ചു പറഞ്ഞതൊക്കെ കേട്ടോളൂ കേട്ടോ. ഇറങ്ങണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടു. അവിടെ ഇറങ്ങാണ്ട് നിന്നിട്ട് ഇനി മഴ പെയ്യുമ്പോൾ കളിക്കാനൊക്കെ പറഞ്ഞിട്ടാ. ഉണ്ണി കളിച്ചോട്ടെ എന്നൊക്കെ പറയും. ഇതാണ് കേട്ടോ നമ്മുടെ വഴി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. നമ്മുടെ മലയിൽ നിന്ന് വെള്ളമൊക്കെ വരണ കാരണം കൊണ്ട് ഇതിൽ കൂടെ പോവും. മഴ സമയം വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയായിട്ട് നമുക്കിതിൽ നടന്നു പോകാനൊക്കെ ആയിട്ട്. പിന്നെ ഒരിക്കലും സൈക്കിൾ എടുക്കാത്ത പയ്യന്മാരാണ് കേട്ടോ ഈ കാണിച്ചിട്ട് നടക്കണത്. സൈക്കിളാണെങ്കിൽ പപ്പട പരിവാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ പാട്ടൊക്കെ കൊടുക്കാം, അതേ രൂപത്തിലാക്കി വെച്ചേക്കണേ. അത് ഊരും വെക്കും, ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഈ സൈക്കിൾ ഇപ്പോൾ ദേ മഴയത്ത് ചവിട്ടിൻ്റെ നടക്കാനാണ് പറയുന്നത് കേട്ടോ. ഞാൻ കുറേയൊക്കെ പറഞ്ഞിട്ടുണ്ട് വേണ്ട വേണ്ടെന്ന്. പറഞ്ഞത് കേൾക്കാണ്ട് ഇനി എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വെച്ച് ഡുഡുമോനാണ് കേട്ടോ അതിന് തള്ളിക്ക് കൊടുക്കണത്. അവന് ഡുഡുവിൻ്റെ സൈക്കിളാണ്, അവൻ്റെ സൈക്കിള് പാട്ടയ്ക്ക് കൊടുക്കാറായിട്ടുണ്ട്. അത് മുറ്റത്ത് എവിടെയോ കൊണ്ടിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും കാണിക്കട്ടെ. ഇനി കുറേ നേരം എന്നോട് ചോദിച്ചു എനിക്ക് ദേഷ്യം വരും എന്നറിയാതെ കാരണം ചോദിക്കാണ്ട പോണേ. പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ, മക്കളുടെ ഒരു ആഗ്രഹമല്ലേ, ഇതേപോലെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളല്ലേ നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ ഞാനൊന്നും മിണ്ടിയില്ല കേട്ടോ. പച്ച അവിടെ ഒന്ന് ചീത്ത പറയുന്നുണ്ട്, പിള്ളേരെ മഴയത്ത് വിടല്ലേ എന്നും പറഞ്ഞിട്ട്. പിന്നെ നമ്മുടെ ഇതേപോലെ വെള്ളം കെട്ടാണ് കേട്ടോ, നിറച്ച് വെള്ളം പോലുള്ള സ്പേസ് ഒന്നുമില്ല. പിന്നെ അത് ചെടിയുടെ ഉള്ളിൽ കൂടെയൊക്കെയാണ് കേട്ടോ എന്നെ കാണാണ്ട് കൊണ്ടുപോകണതാണ് ഈ സൈക്കിളിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ. ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ വരുമെന്നൊക്കെ ചോദിക്കും. ഞാൻ പെട്ടുടാന്നൊക്കെ പറയണ്ട അവിടെ കിടന്നിട്ടാ പറഞ്ഞിട്ട്. എന്താ കാര്യം, സ്കൂളിൽ പോണ സമയമായില്ലേ. ഇപ്പം ഡുഡുമോൻ മഴ കുറഞ്ഞപ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ടാകുമ്പോൾ ഞാൻ മഴയത്ത് ഒന്ന് ഇറങ്ങിക്കോട്ടെ മഴ അപ്പം ഞാൻ പറഞ്ഞ തലയിൽ തുണിയിട്ട് പോകുന്നു പറഞ്ഞ് ഡുഡുമോൻ ഇറങ്ങിയിട്ട് അവൻ്റെ കൂടെ. രണ്ടാളും കൂടി ഭയങ്കര ഇഷ്ടമാണല്ലോ മഴയത്തൊക്കെ കളിക്കാനായിട്ട്. പിന്നെ സ്കൂളിൽ പോകേണ്ട സമയമായത് കൊണ്ട് ഞാൻ വേഗം കുളിപ്പിച്ച് കയറാനൊക്കെ പറഞ്ഞിട്ട് അപ്പം എന്നോട് പറഞ്ഞ സോപ്പ് എടുത്തിട്ട് ഞാൻ മഴ പെയ്യാനായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇനി അവിടെ കുളിക്കണം എന്നൊക്കെ പറയാനായിട്ട്. എന്താ ചെയ്യുമോ അല്ലേ, എന്തായാലും വല്ലാത്തൊരവസ്ഥ തന്നെ. പിന്നെ സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ട് വേണം. എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു ചാലക്കുടിക്ക് ഡ്രസ്സ് എടുക്കാൻ ചെല്ലാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഡ്രസ്സ് എടുക്കാനല്ല കേട്ടോ, അവർക്ക് ഡ്രസ്സ് എടുക്കാനാണ്. അപ്പം ഞാൻ മക്കൾ സ്കൂളിൽ വിട്ട് ഞാൻ ചാലക്കുടി മാത്സിലേക്കാണ് കേട്ടോ വന്നേക്കണത്. ഇവിടെ വന്ന് നമ്മുടെ ഫ്രണ്ട്സിന് ഡ്രസ്സൊക്കെ എടുക്കാനുണ്ട്. അവർ ഡ്രസ്സ് എടുക്കട്ടെ എന്ന് വെച്ചാൽ ഞാനും കുറച്ച് നോക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഓണമൊക്കെ അല്ലേ വരണം, അപ്പോൾ നമുക്ക് ഓണക്കോടിയൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ ഞാൻ 2-3 ഡ്രസ്സൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല കളക്ഷൻസ് തന്നെ ഉണ്ട് കേട്ടോ. ഇപ്പം എല്ലാ കടയിലും ഉണ്ടല്ലോ കുറേ ഓഫറുകൾ, വമ്പിച്ച ഓഫറുകൾ, മൺസൂൺ ഓഫർ എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കറക്കിട കിഴിവ്. അപ്പോൾ ഇവിടെ ചെറിയ ഓഫേഴ്സൊക്കെ ഉണ്ട്. നല്ല റേറ്റാണല്ലോ മാത്സിലൊക്കെ. എന്തായാലും നല്ല കളക്ഷൻസാണ് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഷർട്ടൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട്. ഇപ്പോൾ യൂണിഫോമൊക്കെ ഷർട്ട് ഇട്ട കാരണം കൊണ്ട് ഇപ്പം അങ്ങനത്തോടൊക്കെയാണ് കേട്ടോ താല്പര്യം. പിന്നെ നല്ല കുർത്ത ടോപ്പുകൾ ഉണ്ടായിരുന്നു, പിന്നെ ജീൻസിൻ്റെ ടോപ്പുകൾ. ഇത് പാവാടി, ഇതൊക്കെ കോഡ് സെറ്റൊക്കെ പോലെയായിട്ട് നല്ല അടിപൊളി സംഭവം തന്നെയായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതൊന്നും വലിയ റേറ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ ലെഗിൻസ് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കമ്മൽ, മാല, അതിൻ്റെ കളക്ഷൻസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്നും ഓഫേഴ്സൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ചെരുപ്പുകൾ ഓഫർ ഉണ്ട് കേട്ടോ. പിന്നെ തുണികളും നല്ല ഓഫേഴ്സൊക്കെ ഉണ്ട്. പിന്നെ അവൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെരുപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ചെരുപ്പ്. അങ്ങനെ ഞങ്ങൾ വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ അടുത്ത് തന്നെ ഒരു ബിരിയാണി കട ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കയറി ഞങ്ങളൊരു ഫുള്ള് ചിക്കൻ ബിരിയാണിയും പിന്നെ ഇറച്ചിച്ചോറ് അതൊന്ന് ട്രയൽ ചെയ്യാമെന്ന് വെച്ച് വാങ്ങിച്ചാൽ കേട്ടോ. അത് വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല, ബീഫായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളതൊക്കെ കഴിച്ച് നേരെ ഒരു ബ്യൂട്ടി പാർലറിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രണ്ടിന് ആൾക്ക് മുടി കളർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.